വിശുദ്ധ യൗസേപ്പിതാവിന്റെ 148 മാധ്യസ്ഥ തിരുനാൾ ആശംസകളോടെ തേജസ് ജ്വല്ലറി പാവറട്ടി. പരിപാവന പാദം തേടി 10,000 നേരം അതിലൊരു മൺതരിയായി ഞാനും ഒഴുകിയണഞ്ഞിടും. മിശിഹായിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് 19-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പാവർട്ടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്. തുടർന്ന് വരുന്ന സ്നേഹവിരുന്നിലേക്കും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഏപ്രിൽ 19, 20, 21 തീയതികളിൽ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. തുടർന്ന് 8-ാം വടം 28-ാം തീയതി വരികയാണ്. എല്ലാ തിരുനാളിൻ്റെ എല്ലാ പ്രോഗ്രാമിലേക്കും ഒത്തിരി സ്നേഹത്തോടെ ഏവരെയും തിരുകർമ്മങ്ങളിലേക്കും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഔസേപ്പിതാവ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കുന്ന വിശുദ്ധനാണ് എന്ന ബോധ്യത്തോടു കൂടെ വിശുദ്ധ ഔസേപ്പിതാവിനുള്ള ഭക്തി നമുക്ക് വളർന്നു വരാം. കർത്താവ് ഈശോ മിശിഹായുടെ നമ്മുടെ പ്രാർത്ഥന യാചനകളൊക്കെ നമുക്ക് ഔസേപ്പിതാവ് വഴി സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാപബോധമോ സമ്പത്തും അധികാരങ്ങളും അന്യമാകുന്നതിനെക്കുറിച്ചുള്ള ആകുലതകളോ അലട്ടാതെ നല്ല മരണം ലഭിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. പ്രിയതമയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യത്തിൽ മകനായ ഈശോയുടെ തൃക്കരങ്ങളിൽ കിടന്ന് ഇഹലോകവാസം വെടിഞ്ഞ യൗസേപ്പിതാവിന്റെ മരണം ഉദാത്തമായ അദ്ദേഹത്തിന്റെ ജീവിതം പോലെ കത്തോലിക്ക വിശ്വാസികളാൽ ആരാധിക്കപ്പെടുന്നു. ജീവിത സംതൃപ്തിയിലും സമാധാനത്തിലും പ്രിയപ്പെട്ടവർക്കരികിൽ അന്ത്യനിമിഷങ്ങൾ ആഗ്രഹിക്കുന്നവരെല്ലാം ജീവിതത്തിന്റെ വസന്തകാലത്ത് അവിടുത്തെ അരികിലെത്തി മാധ്യസ്ഥ സഹായം യാചിക്കുന്നു. സ്നേഹമുള്ളവരെ, പാവർട്ടി ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഈ വരുന്ന മാർച്ച് 19-ാം തീയതി മരണത്തിരുനാളും ഏപ്രിൽ 21-ാം തീയതി പാവർട്ടിയിലെ പ്രസിദ്ധമായ ഔസേപ്പിതാവിൻ്റെ തിരുനാളും 28-ാം തീയതി 8-ാം ഇടവും ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരെയും പാവർട്ടി ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. 1937 ആരംഭിച്ച ബുധനാഴ്ച തിരുനാളിനെ തുടർന്ന് വിശുദ്ധന്റെ ജീവിതം പോലെ ഏറെ പ്രാധാന്യമുള്ള മരണവും മറ്റൊരു തിരുനാളായി പാവറട്ടിക്കാർ ആചരിക്കാൻ തുടങ്ങി. 1938 മാർച്ച് 19 മുതലാണ് വലിയ നോയമ്പ് നാളുകളിലെ ഈ തിരുനാൾ പാവറട്ടിക്കാർ ആഘോഷിക്കാൻ തുടങ്ങിയത്. ആദ്യകാലത്ത് തേരുകളോ ബാൻഡ് വാദ്യമോ ചെണ്ടമേളമോ കരിമരുന്ന് പ്രയോഗമോ ഇല്ലാതെ ലളിതമായ ശൈലിയിലായിരുന്നു ഇടവക അംഗങ്ങൾ മരണത്തിരുനാൾ ആചരിച്ചിരുന്നത്. ഇടവകയ്ക്ക് കീഴിലുള്ള വെൺമേനാട് സെന്റ് ലൂയിസ് സ്കൂളിൽ നിന്നും കത്തിച്ച മെഴുകുതിരികളോടുകൂടി ഇടവക ജനങ്ങൾ പ്രദക്ഷിണമായി ദേവാലയത്തിലെത്തി ഭക്തിനിർഭരമായ തിരുക്കർമ്മങ്ങളിലും നൊവേനയിലും പങ്കെടുക്കുന്ന പതിവായിരുന്നു അന്നത്തെ മരണത്തിരുനാൾ ആഘോഷം. മൺമറഞ്ഞ ഒലക്കേങ്കിൽ കുഞ്ഞിപ്പാവു ജോൺ എന്ന ഇടവക അംഗമായിരുന്നു അക്കാലത്ത് കുറെ കുട്ടികൾക്കൊപ്പം ഈ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. പിൽക്കാലത്ത് മരണത്തിരുനാൾ ആഘോഷങ്ങളിലേക്ക് മറ്റു ദേവാലയങ്ങളെ അനുകരിച്ച് തേര് കടന്നുവന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന ഏക തേര് ഇടവകയുടെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് ഒടുവിൽ ദേവാലയത്തിൽ സമാപിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇതേ തേര് പാവറട്ടിയിൽ നിന്നും പുറപ്പെട്ട് പൂവത്തൂരിലെത്തി തിരിച്ച് ദേവാലയത്തിൽ സമാപിക്കുന്ന രീതിയിലേക്ക് മാറി മരണത്തിരുനാളിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റി. വൈദ്യുത ദീപങ്ങൾ പാവറട്ടിക്കാർക്കിടയിൽ സുപരിചിതമല്ലാത്ത കാലത്തും അലങ്കരിച്ച തേര് രൂപത്തിലായി മാറിയ വാഹനങ്ങളിൽ യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച് ഇടവകയുടെ പല ഭാഗത്തു നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി വരുന്ന പതിവ് ഇടവകാംഗങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് ആലക്തിക ദീപങ്ങളാൽ അലങ്കൃതമായ വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച 15ഓളം തേരുകൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ മരണത്തിരുനാൾ രാവിൽ ദേവാലയത്തിന്റെ തിരുമുറ്റത്തെത്തിച്ചേരുന്നു. വിവിധ സമുദായ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ തേരുകൾ കാലാനുസൃതമായ പരിഷ്കാരങ്ങളാൽ തിരുനാൾ രാവിനെ അവാച്യമായ അനുഭൂതിയാക്കി മാറ്റുന്നു.
തേരുകളുടെ ഈ വർണ്ണവിസ്മയത്തിനു പുറമെ ബാൻഡ് സെറ്റും ചെണ്ടമേളവും നാദസ്വരവും ശിങ്കാരിമേളവും ഉൾപ്പെടെയുള്ള വാദ്യഘോഷത്തിന്റെ ശൈലിഭേദങ്ങളും ലളിതമായ കരിമരുന്ന് പ്രയോഗവും അടങ്ങുന്ന കലാവിരുന്ന് മരണത്തിരുന്നാൾ രാവിൽ ദേവാലയാങ്കണത്തിലെത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് നൽകാൻ ഇടവകാംഗങ്ങൾക്ക് കഴിയുന്നതും യൗസേപ്പിതാവിനോടുള്ള ഭക്തിയും സ്നേഹവും വിശ്വാസവും ഒന്നുകൊണ്ട് തന്നെയാണ്. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ പാവറട്ടിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇന്ന് വിശുദ്ധന്റെ മരണത്തിരുന്നാളും. തിരുനാൾ ദിവസം രാവിലെ 10 മണിക്ക് യൗസേപ്പ് പിതാവിന്റെ നന്മരണത്തെ അനുസരിച്ച് ആഘോഷമായ റാസക്കുർബാനയും അതിനുശേഷം ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യമായ ഊട്ടുസദ്യയും നൽകി വരുന്നു. ഏതാണ്ട് 20,000-ഓളം പേരാണ് ഓരോ വർഷവും ഈ ഊട്ടുസദ്യയിലും തിരുക്കർമ്മങ്ങളിലും പങ്കുകൊള്ളുന്നത്. വലിയ നൊയമ്പിന്റെ പരിമിതികളിൽ സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലം തീർക്കുന്ന പ്രതിബന്ധങ്ങളെ അല്പനേരത്തേക്ക് അവഗണിച്ച് ഇടവകയിലെ ഓരോ കുടുംബവും വിശുദ്ധന്റെ ഈ തിരുനാളും മനോഹരമാക്കുവാൻ തങ്ങളാലാവും വിധം ശ്രമിക്കുന്നു. ഓരോ വർഷം കഴിയും തോറും വലിയ പെരുന്നാൾ പോലെ പാവറട്ടിയിലെ മരണ തിരുനാളും ഇതര നാടുകളിൽ പ്രശസ്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു. ഏവർക്കും തേജസ് ജ്വല്ലറിയുടെ പാവറട്ടി തിരുനാൾ ആശംസകൾ. പുണ്യാളനെ കണ്ടുമടങ്ങും പെരുന്നാൾ കൂടണ്ടേ, പരിപാവന പാദം തേടി 10,000 അണയും നേരം അതിലോ